ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥേ ഏകോനത്രിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പുരഞ്ജനനും പുരഞ്ജനിയും കൂടി ആ കൊട്ടാരത്തിൽ എത്ര കാലമാണ് സുഖമായിട്ട് കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ 100 കൊല്ലം സുഖമായിട്ട് കഴിയാം എന്നാണ് കരാറ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആയുഷോർത്ഥമധാത്യകാൽ എന്ന് നാരദൻ പറഞ്ഞതുകൊണ്ട് ഏകദേശം നാരദൻ പറഞ്ഞു ഇപ്പം ഒരു 19 വയസ്സ് കഴിഞ്ഞു. ഭാര്യ ശുണ്ഠിയെടുക്കുക, വീണ്ടും അവളെ സന്തോഷിപ്പിക്കുക, ഇങ്ങനെയുള്ള ആ ഒരു ജീവിതചര്യ അദ്ദേഹം തുടർന്നു കൊണ്ടിരുന്നു. അനവധി 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 മക്കളും മക്കളുടെ മക്കളുമായിട്ട് പഞ്ചാലപ്രദേശം എന്നാണ് പറയുക, അത് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ഗോപുരത്തിൽ കൂടെ എത്രയാണ് ആ കൊട്ടാരത്തിലേക്ക് വരവുകൾ ഉണ്ടായിരുന്നത് എന്നൊരു കയ്യും കണക്കുമില്ല. പക്ഷേ ഇപ്പോൾ ആ വരവുകളൊക്കെ കുറയാൻ തുടങ്ങി. എന്താ അത്? പഞ്ചാലപ്രദേശങ്ങളൊക്കെ വേറെ ചില ആളുകൾ കയ്യേറാൻ തുടങ്ങി. ആക്രമണങ്ങളുണ്ട് തൻ്റെ കൊട്ടാരത്തിൽ എന്നുള്ളത് അദ്ദേഹം അറിയുന്നുണ്ട്. പക്ഷേ തയോപകൂഢ പരിരബ്ധകന്ധര രഹോനുമന്ത്രൈരപകൃഷ്ടചേതന ന കാലരംഹോ ബുബുധേ ദുരത്യയം ദിവാനിഷേധി പ്രമദാപരിഗ്രഹ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മദ്യം സേവിച്ച് സാധാരണ ബോധം പോലും നഷ്ടപ്പെട്ടതുപോലെ ആ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്ന അദ്ദേഹത്തിന് ആക്രമണങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ആക്രമണങ്ങളിങ്ങനെ കൂടി വരിക, വരവുകൾ നിലയ്ക്കുക, ചെലവുകൾ കൂടുക. ആക്രമണങ്ങൾ കൂടിയാൽ പിന്നത്തെ ഒരു കഥ എന്താ? കുറേ അനവധി മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുറേ മക്കളൊക്കെ കല്യാണം കഴിയാതെ കണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ അതിലൊന്നും ശ്രദ്ധയില്ലായതായി കണ്ടായത് കാരണം. അപ്പം എന്തായി? നമ്മൾ പറയാറുണ്ടല്ലോ പെര നിറഞ്ഞു നിൽക്കുകയെന്ന്. അനവധി കുട്ടികൾ ഇപ്പം പെര നിറഞ്ഞു നിൽക്കുന്നുണ്ട് കല്യാണം കഴിയാതെ. അപ്പോഴേക്കും എന്താ ആക്രമണങ്ങൾ ഇങ്ങനെ കൂടി. എന്തിന്? ചില ആളുകൾ മതിൽ പൊളിക്കൽ, ചില ആളുകൾ ആ ചില്ലുവാതിലുകൾ തകർക്കൽ, ഉദ്യാനങ്ങൾ മുഴുവൻ ചീത്തയാക്കൽ, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി നേരിട്ട്. അതിൻ്റെ ഇടയിൽ നാരദൻ പറയുക, പ്രാചീന ബർഹിസേ, പാവം അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു കല്യാണം തന്നെ ഒരുവിധം അദ്ദേഹത്തെ കുഞ്ചിരാമനാക്കി തുള്ളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഇടയിൽ രണ്ടാമതൊരു കല്യാണവും കൂടി പറ്റിപ്പോയി. അദ്ദേഹം വേണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. ഈ ആക്രമണകാരികളുടെ ഒരു സൂത്രമാണ്. പുറമേ നിന്ന് എത്ര അങ്ങോട്ട് ആക്രമിച്ചിട്ടും അങ്ങോട്ട് ഏഷ്യമില്ല എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരൊരു വിദ്യ ചെയ്തു. ചാരപ്രവർത്തനത്തിന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അതിനെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് വിടാൻ തീരുമാനിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടെന്നാണ് നാരദൻ പറയണത്. എന്തിന്? മറ്റുള്ളവരെ ദ്രോഹിക്കുക, പരദ്രോഹം ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ആളുകളെ ആരെയാണോ നശിപ്പിക്കേണ്ടത് ആ ആളുടെ ഒരറിവ് അവിടെ കൊടുത്താൽ മതി. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഒക്കെപ്പാടെ ഇങ്ങോട്ട് വരും, എന്നിട്ട് ആ ആളെ നശിപ്പിച്ചോളും. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തണതിലെ കെങ്കേവനായ ഒരാളുണ്ട്. അയാളുടെ ആഫീസിലേക്ക് ജോലിക്ക് ചില ആളുകളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണ് ഞാൻ ആ ജോലി ചെയ്യാം എന്ന് പറഞ്ഞു ചെന്നു. എന്താ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ആവശ്യമോ? ആരും അറിയാതെ താൻ നശിപ്പിക്കാൻ നിശ്ചയിച്ച ആളുടെ വീട്ടിൽ കയറി ചെന്ന് ആ ആളുടെ കുടുംബം നശിച്ചു നാറാണക്കല്ലാക്കണം. അതിന് പറ്റിയ ഒരാൾ വേണമെന്നാണ്. അപ്പോഴാണ് ഒരു പെണ്ണ് വന്നത്. പലരുടെയും ഉദ്യോഗത്തിന് ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും ഈ പെണ്ണിനെ ഇൻ്റർവ്യൂ ചെയ്തത് നാരദൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇവളെ ആഫീസിലേക്ക് അങ്ങനെ കയറി ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ഉത്തരേ, ഇവിടെ എന്തു ജോലിയും എടുക്കാൻ തയ്യാറുണ്ടോ? അവൾ പറഞ്ഞു ഞാൻ എന്തു ജോലി എടുക്കാം. പേര് അവൾ പറഞ്ഞു ദുർഭാഗ്യം. ഓ, ഇങ്ങനൊരു പേരോ എന്ന് തോന്നും. ആ ദുർഭാഗ്യം എന്നുള്ള പേരുള്ള പെണ്ണ് ഇതാ ആ ആഫീസിൽ ജോലി സ്വീകരിച്ചു. ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിതം പതിയും. പക്ഷെ അവൾ ചോദിച്ചു ഉത്തരേ, എനിക്കിവിടെ വെറും ജോലി മാത്രമേ ഉള്ളൂ അതോ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള ഉദ്യോഗം കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു ഉത്തരേ. എന്താ അപ്പം ഇതിൻ്റെ അർത്ഥം? ഇന്നത്തെ ആഫീസുകളിൽ പലതും ഉണ്ട് അങ്ങനെയെന്നുള്ള ആ സ്വഭാവം കൂടി എത്രയോ കാലത്തെ നാരദൻ്റെ പരിഷ്കാരം നിറഞ്ഞ ആധുനിക കഥയിൽ സൂചനയുണ്ട്. എന്ത്? വലിയ ആഫീസർമാരെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെനോ ആയിട്ടോ അല്ലെങ്കിൽ പി ആയിട്ടോ ഒരു പെണ്ണിനെ നിയമിച്ചാൽ അവൾക്ക് ആ ആളുമായിട്ട് എന്തെല്ലാം അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാമോ അതും കൂടി ആവാം. അപ്പം ഇപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഋഷഭം യവനാനാന്ത്വ, നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ ആഫീസിൽ ജോലി എടുക്കുമ്പോൾ നിങ്ങളുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതിനൊക്കെ വഴങ്ങേണ്ടി വരും എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് നിങ്ങളെ കരുതിക്കോട്ടെ. അയാൾ ഒന്ന് വിളറി.
ഇൻ്റർവ്യൂവിന് വരണ പെണ്ണ് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചാലേ അയാൾ പറഞ്ഞു, ഞാൻ തൽക്കാലം നിന്നെ എൻ്റെ ഭാര്യയാക്കി വെക്കണില്ല, പിന്നെ ത്വഞ്ചമേ ഭഗിനീ ഭവ, എൻ്റെ സിസ്റ്ററാണ് എന്ന് പറഞ്ഞേക്കാവുന്നതാണ്. ഞാൻ എൻ്റെ സഹോദരിയാണെന്ന് എല്ലാവരോടും പറയുള്ളൂ. നിനക്ക് അങ്ങനെ ഇവിടെ കഴിയുന്നതിന് വിരോധമില്ലെങ്കിൽ ഈ ഉദ്യോഗം സ്വീകരിക്കാം. ഇന്ന ആളെ നീ പോയിട്ട് സ്വീകരിക്കണം. നിനക്ക് ഭർത്താവില്ല എന്നല്ലേ സാരല്ല. നിന്റെ സർട്ടിഫിക്കറ്റും, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജാതകം എന്നും കൂടി പറയാം, നിന്റെ സർട്ടിഫിക്കറ്റും ജാതകമൊക്കെ നോക്കിയപ്പോൾ ഒരു കാര്യം തീർച്ചയായിരിക്കണം, നീ ആരെ ചെന്ന് കല്യാണം കഴിച്ചാലും ആ ആള് അപ്പം നശിക്കും. അതുകൊണ്ട് നിനക്ക് ധാരാളം ഭർത്താക്കന്മാരെ ഞാൻ തരാം, നീ ഭർത്താക്കന്മാരെ അന്വേഷിച്ച് നടന്നോ. ഞാൻ നശിപ്പിക്കണമെന്ന് പേരുള്ള ആളെ നിന്റെ കയ്യിലേക്ക് തന്നേക്കാം, ആളെ നീ ഭർത്താവാക്കിക്കോ, എൻ്റെ സഹോദരിയായിട്ടും കഴിയാം. ത്വഞ്ചമേ ഭഗിനീ ഭവ. പിന്നെ നിനക്ക് കൂട്ടിന് ഒറ്റയ്ക്ക് ഒരിക്കൽ കയറി ചെല്ലണ്ട. പ്രജ്വാരോയം മമ ഭ്രാത, എൻ്റെ സഹോദരനെ നിന്റെ കൂട്ടിന് തന്നേക്കാം. പ്രജാനാശം എന്നുള്ളത് എൻ്റെ ജോലി നീ ഭംഗിയായിട്ട് നിർവഹിച്ചു തരണം. ഓ ശരി. അവളവിടെ നിങ്ങൾ പുറപ്പെട്ടു. നാരദൻ പറയാ, അവള് പലയിടത്തും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ എന്നോട് ഒന്ന് ചോദിച്ചു എന്ന്, ഭർത്താവാമോ എന്ന്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവളെ ഒഴിവാക്കി കളഞ്ഞിരിക്കുക. അവളെ നേരിട്ട് ഈ പുരഞ്ജനൻ്റെ കൊട്ടാരത്തിൽ വന്നു കയറി ഒരു ദിവസം രാത്രി. എന്ന് മാത്രമല്ല, അവളെ പിന്നെ അങ്ങോട്ട് ഭരണം തുടങ്ങി. ഞാനാണ് ഇവിടുത്തപ്പോൾ ഈ ഗൃഹനാഥ എന്നുള്ള മട്ടിൽ വേലക്കാരെയൊക്കെ ശാസിക്കുക, ഓരോന്നോരോന്ന് ആ കുടുംബനാഥയായിട്ട് ഓരോന്നങ്ങനെ ചെയ്യുക. എപ്പോഴും എഴുത്തെഴുതി അവളുടെ കൂട്ടുകാരായിട്ട് അവിടെ ഇവിടെയുള്ള റൗഡികളെ മുഴുവനും ഈ വീട്ടിലേക്ക് ഇങ്ങനെ വരുത്തുക. അവരെല്ലാവരും കൂടി മദ്യപാനവും ഓരോ ഭാഗമായിട്ട് പൊളിച്ചു ഇങ്ങനെ കൊണ്ടുപോകലും അങ്ങോട്ട് തുടങ്ങി. സകല സാധനങ്ങളും അവർക്ക് ഈ റൗഡികളായിട്ട് വരുന്നവർക്ക് വിറ്റ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പാട്ടും കൂത്തും ബഹളമാണ് ഈ വീട്ടിൽ. രണ്ടാമതൊരു പെണ്ണ് വന്ന് ഞാനാ ഭാര്യ എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഭരണം തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഭാര്യ മിണ്ടാണ്ട് ഒരു മുറിയിലിരിപ്പായി. അവളിപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങില്ല. എന്താ, ഇയാളും അതെ, ഇവിടെ പാട്ടും കൂത്തും ബഹളവും ഒക്കെയാണ്, തനിക്കൊന്നും ഇടപെടാനില്ല. ഇദ്ദേഹം വെറുതെ ഇങ്ങനെ ഇരിക്കുക. പുരഞ്ജനൻ ഒരു മുറിയിൽ, പുരഞ്ജനി വേറൊരു മുറിയിൽ, രണ്ടാൾക്കും ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക. ഈ ഇവിടെയുള്ള കോലാഹലങ്ങൾ, തൻ്റെ സ്വന്തം കൊട്ടാരത്തിലുള്ള കോലാഹലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാരദൻ പറയുക, പ്രാചീന ബർഹിസേ, അവളെ എഴുത്തയച്ചിട്ട് അവളുടെ ആ വലിയ യജമാനുണ്ടല്ലോ, അവളെ ഉദ്യോഗത്തിന് നിയമിച്ച ആള്, ആ പ്രജാനാശത്തിൻ്റെ തലവൻ, അദ്ദേഹം ഇങ്ങോട്ട് വന്നു. അദ്ദേഹം വന്നിട്ട് ആ കൊട്ടാരം എല്ലാം അങ്ങോട്ട് തീവയ്ക്കാനാണ് കൽപ്പന. അപ്പോഴും ആ കൊട്ടാരം കാവലിനുള്ള പാമ്പിട്ടല്ലോ, അതിങ്ങനെ അതിൻ്റെ ശക്തി മുഴുവൻ പ്രകടിപ്പിച്ച് നോക്കുന്നുണ്ട് അത്രേ. കൊട്ടാരം രക്ഷിക്കാനായിട്ട് എല്ലാവരും കൂടി പാമ്പിനെ അടിച്ച് ഓടിക്കുക. ചതച്ച് ദൂരേക്ക് എറിഞ്ഞാൽ വീണ്ടും അത് ഇഴഞ്ഞ് യജമാനനിരിക്കുന്ന മുറിയിലേക്ക് കയറാനായിട്ട് ഭാവിക്കും. കോണിയുമ്മിലൊക്കെ ശത്രുക്കൾ വന്ന് പൊതിഞ്ഞിരിക്കുന്നു. അവരെല്ലാവരും കൂടി പാമ്പിനെ പിന്നെയും തല്ലി ചതച്ച് വീണ്ടും പുറത്തേക്ക് എറി. വീണ്ടും പാവ ഏതിലെങ്കിലുമൊക്കെ ഇഴഞ്ഞ് വീണ്ടും യജമാനിരിക്കുന്ന മുറിയിലേക്ക് കയറാനായിട്ട്. അതിൻ്റെ ആ ഒരു യജമാന സ്നേഹം ബഹുകലശലാണ്. ഇഴഞ്ഞ് പിന്നെയും കയറാൻ ചെല്ലും, പിന്നെയും അതിനെ വലിച്ചെറിയും. ഇങ്ങനെ അനവധി പ്രാവശ്യം പാമ്പ് മേൽപോട്ട് കയറാൻ ഭാവിക്കുക, അവർ പുറത്തേക്ക് എറിയുക. അവസാനം എന്തിന്, യജമാനനെ കണ്ടുപിടിച്ചു. മുറിയിൽ പേടിച്ച് വിറങ്ങലിച്ചിരിക്കുക മുക്കില്. അവനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച ആ പുരഞ്ജനനെ വലിച്ചഴച്ച് കൊണ്ടുവന്ന് കുഴിയിലിട്ട് അങ്ങോട്ട് മർദ്ദിച്ച് അവശനാക്കി പെരക്കി തീയും കൊടുത്തു. പാമ്പപ്പോഴേക്കും ഇഴഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തെ നശിപ്പിച്ചത്. പക്ഷേ നശിക്കുന്ന സമയത്തും അദ്ദേഹം മുറിയിൽ എവിടെയോ പേടിച്ചിരിക്കുന്ന തൻ്റെ പാവം ഭാര്യയെക്കുറിച്ച് ഓർത്ത് അവളുടെ സൽഗുണങ്ങളിങ്ങനെ ആവലാതി പറഞ്ഞ് അയ്യോ അവളെ എത്ര നല്ലവളായിരുന്നു, അവളെ എന്തൊരു ഇഷ്ടമായിരുന്നു എന്നോട്, ഞാൻ കാപ്പിടിച്ചാലേ അവൾ കാപ്പിടിക്കുള്ളൂ, ഞാൻ കിടന്നുറങ്ങിയാലേ അവൾ കിടന്നുറങ്ങുള്ളൂ, എൻ്റെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയൊന്നും അല്ല എന്നുള്ള സത്യം അറിയാലോ എല്ലാവർക്കും. എങ്കിലും അയാൾ പറഞ്ഞുകൊണ്ട് ചത്തത് അങ്ങനെയാണ്. പിന്നീട് അദ്ദേഹം ഭാര്യയെ ഓർത്തത് കൊണ്ടാവണം നാരദൻ പറയാ, ഹേ പ്രാചീന ബർഹിസേ, ഒരു പെണ്ണായിട്ട് ജനിച്ചു. വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജ. ആ സ്ത്രീയെ മലയധ്വജൻ എന്നൊരാളെ കല്യാണം കഴിച്ചു. 5-6 മക്കളുണ്ടായപ്പോൾ മക്കൾക്കെല്ലാം കൊടുത്ത് അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ച് കാട്ടിൽ പോയിട്ട് സന്യാസം എന്ന പോലെ ജീവിതം വെടിയായി. ഭർത്താവ് ജീവിതം വെടിഞ്ഞപ്പോൾ ഈ സ്ത്രീ പതിവ്രതയായിരുന്നല്ലോ. അതുകൊണ്ട് ഭർത്താവിൻ്റെ ശരീരം ചെതയിൽ വെച്ച് ചാടാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്നൊരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ട്
നീ തീ ചാടിച്ചാവേണ്ടുന്നൊരു പെണ്ണല്ല. നീ എന്നെ നോക്ക്, നീയും ഞാനും ഒന്നായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. നീ എന്നെ മറന്ന് ഏതോ ആരോ എവിടെയോ പണിതൊരു വീടിൻ്റെ ഉള്ളിൽ താമസമാക്കിയത് കൊണ്ടാണ് നിനക്ക് ഈ ദുഃഖങ്ങളൊക്കെ വന്നത്. നീ പുരഞ്ജനനോ പുരഞ്ജനിയോ അല്ല, നീ സ്ത്രീയോ പുരുഷനോ അല്ല, നീയും ഞാനും ഒന്നാണ്. നീയും ഒരു ഹംസം, ഞാനും ഒരു ഹംസം. ഓർമ്മയില്ലേ നിനക്ക്? നമ്മൾ രണ്ടുപേരും കൂടി മനോഹരമായൊരു വൃക്ഷത്തിലിരുന്ന് പഴം തിന്നാതെ കണ്ടിരുന്ന കാലം. അപ്പം നീ നിനക്ക് പഴം തിന്നണമെന്നുള്ള മോഹം കൊണ്ട് നീ ഞാൻ പറഞ്ഞത് കൂട്ടാക്കാതെ പഴം തിന്ന് എല്ലാം മറന്ന് ചിറക് കരിഞ്ഞ് ഇതാ ആരോ പണിത വീട്ടിൽ കുടുങ്ങിയതാണ്. ഇന്നിപ്പോൾ നിന്നെ ഞാൻ രക്ഷിക്കാൻ, നിന്റെ ആ പഴയ ഹംസാവസ്ഥ തിരിച്ചു തരാൻ വന്നിരിക്കുകയാണ്, പോവാ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇതെല്ലാം കേട്ട് അമ്പരന്ന ആ പുതിയ ബ്രാഹ്മണൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴേ തന്നിലേക്കും അദ്ദേഹത്തിലേക്കും നോക്കിയതോടെ അദ്ദേഹം ഹംസമാണെന്നും താനും ഒരു ഹംസമാണെന്നും അങ്ങോട്ട് മനസ്സിലായി. ആ രണ്ട് ഹംസങ്ങളും പറന്നുയർന്ന് പരമവ്യോമത്തിൽ ആകാശത്തിൽ രണ്ട് ബിന്ദുക്കളായിട്ട് ലയിച്ചു. ഇതാണ് നാരദൻ്റെ കഥ.